ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നഷ്ടമായാൽ, എവിടെയെങ്കിലും വെച്ച് മിസ്സായാൽ, നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോപ്പിലോ വീട്ടിലോ വേറെ ഏതെങ്കിലും വീടുകളിലോ വെച്ച് മറന്നുപോയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചിട്ട് പോയാലും അതിനെങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ ലൊക്കേഷൻ, അത് ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് നിങ്ങൾ ആ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാജിക്, ഹെൽത്ത്, മൈൻഡ് പവർ ടിപ്സ് ഇവയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ സെർച്ച് ബാറിൽ SB മീഡിയ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജായ SB മീഡിയ സാദിഖ് ബിസ്മി എന്നുള്ളത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതിനോട് ചേർന്ന ഫോളോയിങ് എന്ന ഓപ്ഷനിൽ നിന്നും സി ഫസ്റ്റ് എന്നുള്ളതും സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈലിൻ്റെയോ വേറൊരു മൊബൈലിൻ്റെയോ സഹായത്തോടുകൂടി നമുക്കതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു ബ്രൗസറിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്നടിച്ച് സെർച്ച് ചെയ്യുക. അതിനകത്ത് ഈ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൊബൈലിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ, അതായത് നിങ്ങളുടെ കൂട്ടുകാരുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഗൂഗിൾ എടുത്തിട്ട് ഇതേപോലെ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ് അടിച്ച് സെർച്ച് ചെയ്ത് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അതിൽ വന്ന ഫസ്റ്റ് ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് സൈൻ ഇൻ ചെയ്യുക. അതായത് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് ഏതാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് കാണിച്ചു തരുള്ളൂ. കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഈ കാണുന്ന ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഈ സിമ്പിൾ ഇങ്ങനെ കാണിക്കുന്ന ഇതാണ് എൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ. ഫോണിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് GPS വഴി കാണിച്ചു തരും. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോണിനെ നഷ്ടപ്പെട്ടാൽ ആ ഫോണിന് മൊത്തം നമുക്ക് ഡാറ്റാസും ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോണിനെ നമുക്ക് ലോക്കും ചെയ്യാം. ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫോൺ വെച്ച്, അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെടുത്ത് തുറന്ന് നോക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കെയർ ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഫോൺ ലോക്ക് ചെയ്യാനും അവിടുത്തെ ഡാറ്റകൾ മൊത്തം എറേസ് ചെയ്യാനുമുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സൈലൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് മിസ്സായി, വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്, അതോ റൂമിലുണ്ട്, സാധനം തിരഞ്ഞിട്ട് കാണുന്നേ ഇല്ല. അപ്പോൾ ഫോൺ സൈലൻറ്റുമാണ്, ഫോൺ അടിച്ചാൽ റിങ് ചെയ്യുന്നതും കേൾക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ സംവിധാനം നിങ്ങളെ സഹായിക്കും. അതായത് ഇതിനകത്ത് ഇവിടെ റിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു വെച്ചാൽ ഫോൺ സൈലൻ്റ് ആണെങ്കിലും റിങ് ചെയ്യും. പിന്നെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ ഫോണിലും ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം. ആ ഫോണിലെ പ്ലേ സ്റ്റോറിൽ കൊടുത്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡുമാണ് ഇതിനകത്ത് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയർ നമുക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.